ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ 25 ഡേ ചലഞ്ച് എൻഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡേ 24. ആൻഡ് ഈ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ യെസ്, ഐ ഡിഡ് ഇറ്റ്. ഇപ്പം 24ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ടോപ്പിക്ക് കുറച്ച് റെലവൻ്റ് ആണ്. അപ്പം ഞാനിത് മുന്നേ തൊട്ടേ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനൊരു വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു സീരീസ് പോകുന്നതുകൊണ്ട് ഇന്നിപ്പോൾ ആ വീഡിയോ പറയാം. ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട്. അപ്പം ബോഡി ഷെയ്മിങ് നേരിട്ടുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നവരോ അത് ഓവർകം ചെയ്തു വന്നവർക്കോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ വരുന്നത്. ഇപ്പം കോമൺ ആയിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു ടേമാണ് ബോഡി ഷെയ്മിങ് എന്നുള്ളത്. ഇപ്പം ഒരാൾ മെലിഞ്ഞിട്ടാണെങ്കിൽ, തടിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് നിറമില്ലെങ്കിൽ, അങ്ങനെ തുടങ്ങി കുറേ കാരണങ്ങൾ ഒരാളെ ഇങ്ങനെ എന്താ പറയുക കളിയാക്കാനായിട്ട് അല്ലെ മെൻ്റലി ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളും അതേപോലെ ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങളും ഞാൻ അതിനെ ഓവർകം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ശരീരപ്രകൃതം വണ്ണം വെക്കുന്ന ടൈപ്പാണ്. എൻ്റെ ഫാദറിന് വണ്ണമുണ്ട്. സോ എനിക്ക് വണ്ണം വെക്കുന്ന ടൈപ്പാണ്. പെട്ടെന്ന് ഞാൻ വണ്ണം വെക്കും. അതുപോലെ തന്നെ 2 ദിവസം ഫുഡ് കഴിക്കാതിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം കുറയുകയും ചെയ്യും. അങ്ങനെ ഒരു ശരീരപ്രകൃതമാണ് എനിക്ക്. ഇപ്പം തടിച്ച ഒരാളെ നോക്കിയിട്ട് നിനക്ക് എന്ത് വണ്ണമാണ്, നീ തീറ്റ ഉറക്കി കേട്ടോ, നിനക്ക് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലേ, എനിക്കിത് കണ്ടിട്ട് തന്നെ ഭയങ്കര ഇതാവുന്നു, ഇങ്ങനെയൊക്കെ തടിച്ച ഒരാളുടെ അടുത്ത് നോക്കിയിട്ട് പറയുക. അല്ലെങ്കിൽ നമ്മളൊരു ഗ്യാതറിങ്ങിന് പോകുമ്പോൾ, ഒരു ഗെറ്റ് ടുഗദറിന് പോകുമ്പോൾ, എല്ലാവരും നിൽക്കുന്നൊരു സമയത്ത് ആ ആളെ പോയിന്റ് ചെയ്തിട്ട് ആളുടെ അടുത്ത് പറയാണ്, നിന്നെ കാണാനിപ്പോൾ കൊള്ളത്തില്ല കേട്ടോ, പണ്ടത്തെ നീ എന്ത് മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പം ഇരിക്കുന്ന കണ്ടില്ലേ നല്ലതായിട്ട് തടിച്ച്, എന്ത് കോലമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ അങ്ങോട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാണ്. നമ്മളീ അങ്ങ് വിടും. അപ്പോഴത്തെ തമാശയ്ക്ക് എല്ലാവരും ചിരിക്കുമായിരിക്കും. പക്ഷെ ആ നിൽക്കുന്ന ആളുടെ മനസ്സിൽ എത്രത്തോളം അത് മുറിവേൽപ്പിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതേപോലെ മെലിഞ്ഞ ഒരാളെ എടുക്കുകയാണെങ്കിൽ, മെലിഞ്ഞിരിക്കുന്ന ആളെ നോക്കിയിട്ട് നിനക്ക് വീട്ടിൽ നിന്നൊന്നും തിന്നാൻ തരുന്നില്ലേ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് കിട്ടോ, ഇപ്പോൾ പറന്നു പോയേനെ, ഇതെന്താണിത് കോലയിൽ തുണി ചുറ്റിയേക്കുന്നോ, ഇങ്ങനെയൊക്കെ മെലിഞ്ഞിരുന്ന കല്യാണമൊന്നും നടക്കത്തില്ല കേട്ടോ, ഇച്ചിരിയൊക്കെ വണ്ണം വെക്കുക, ഇച്ചിരിയൊക്കെ മെനയായിട്ട് നടക്ക്, ഈ ഒരു രീതിയിൽ. ഇതേപോലെ തന്നെ നിറത്തിൻ്റെ കാര്യത്തിലുണ്ട്. കറുത്തവർ, വെളുത്തവർ, അല്ല ഇരുനിറക്കാർ, ഇങ്ങനെയുള്ള വേർതിരിവ്. ഇതൊരു എന്താ പറയുക, അങ്ങനെ അങ്ങ് പോവും. ഈ ഒരു ലിസ്റ്റ് നീണ്ടു പോവും. അതേപോലെ ഇടുന്ന ഡ്രസ്സിൻ്റെ കാര്യങ്ങളിൽ, ഡ്രസ്സെന്ന് പറയുന്ന ഒരു പേഴ്സണൽ ചോയ്സാണ്. അതാദ്യം റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പം വൾഗാരിറ്റി ഇല്ലാതെ ഒരു ഡ്രസ്സ് ഇടുക എന്നുള്ളത് മാത്രമാണ്. അതിൽ ഏത് ഡ്രസ്സ്, എങ്ങനത്തെ ഡ്രസ്സ്, അതൊന്നും എനിക്കെന്താണോ ഇഷ്ടം അതുപോലെ ഞാൻ ഡ്രസ്സ് ചെയ്യുക. അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാകും. എല്ലാവരും ഇൻഡിവിജ്വലാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതൊന്നും നമുക്ക് മീൻസ് ബാക്കിയുള്ളവർക്കാണത് പ്രശ്നം. ഒരാളൊരു ഡ്രസ്സ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ ഇത് ഡ്രസ്സാണ് കുച്ചിട്ടേക്കുന്നത്, ഇത് നമുക്ക് ചേരത്തില്ല, നമുക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ചേരത്തില്ല, അല്ലേ അവർക്ക് ഉപദേശം കൊടുക്കുക, എനിക്കിങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ ഈ ചുരിദാറും അങ്ങനത്തെ ഇടുന്നതായിരിക്കും ബെറ്റർ. എന്താ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാനൊരു അനുവാദമില്ല. ഈവൻ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കേസിലാണേലും അത് ഈ വണ്ണം വെച്ചിരിക്കുന്നു എന്ന് എടുത്തെടുത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ശ്രദ്ധിക്കണം. എനിക്കിനി ഇങ്ങനെ പറയുന്നവരോടാണ് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്ര കൺസേൺ ആവുന്നത്? ഓരോരുത്തർക്കും അവനവൻ്റെ ശരീരം, അവനവൻ്റെ രീതി, എല്ലാവരുടെയും സൈസ്, ഷേപ്പും എല്ലാം ഡിഫറെൻ്റ് ആണ്. അത് വെച്ചിട്ട് ഇപ്പം ഈവൻ അവർ വണ്ണം വെക്കുന്നവരാണെങ്കിൽ വണ്ണം വെക്കുന്നത് മേ ബി ജനറ്റിക്കലി ആവാം, ജനറ്റിക്കലി വണ്ണമുള്ള ഇതാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവരായിരിക്കും, സ്റ്റിറോയിഡ് കണ്ടന്റുള്ള മെഡിസിൻസ് എടുത്താൽ വണ്ണം വയ്ക്കും. അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങളാലാവും. ഭക്ഷണം കഴിച്ചിട്ട് മാത്രം വണ്ണം വെക്കുന്നവരെന്നില്ല, പല രീതിയിൽ പല കാര്യങ്ങളാൽ വണ്ണം വെക്കുന്നവരുണ്ട്, നമുക്കതറിയത്തില്ല. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ് തീറ്റ ഉറക്കി, ഇത് ഉറക്കി. അതെ, ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുന്നു, അല്ലെ അവർക്ക് ചിലവിന് കൊടുക്കുന്നതൊന്നും ഈ പറഞ്ഞ ഒരാളും, ഈ കളിയാക്കുന്നവരാരും ആ ആൾക്ക് ചിലവിന് കൊടുക്കുന്നില്ല. മേ ബി ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുണ്ടാകത്ത പോലും ഇല്ല, എന്നിട്ടാണ് ഈ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പം എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് നാണമാവുന്നില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം. ഒരാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ അയാൾ തടിച്ചിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട്
ഭയങ്കര ഇതാവേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ വണ്ണം വെച്ചിരുന്ന സമയത്ത് എല്ലാവരും, പ്രത്യേകിച്ച് ബന്ധുക്കൾ, എടുത്തു പറയേണ്ട കേസാട്ടോ, അതിൽ എല്ലാ ബന്ധുക്കളെ ഞാൻ അടച്ചു പറയുന്നില്ല, പക്ഷേ അതിൽ 1-2 പേര്, എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കുറച്ച് പേര്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സിങ്ങിന് പ്രശ്നം. എന്ത് ഡ്രസ്സ് ഇട്ടാലും ആൾക്കാരുടെ മുന്നിൽ കളിയാക്കുക, അല്ലെങ്കിൽ ഒരാൾ കളിയാക്കി അതിന് കൂടെ ഇരുന്ന് ചിരിക്കുക, പിന്നെ എന്താ പറയുക, ഗ്യാസ് കുറ്റിയായിട്ട് ഉപമിക്കുക. പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഭക്ഷണകാര്യം, ഞാനും കുറേ കേട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നീ ഇത്ര തടിച്ചല്ലോ, വീടിൻ്റെ കട്ടളയൊക്കെ മാറ്റി വെക്കേണ്ടി വരുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുമായിരുന്നു. എല്ലാവരുടെയും മുന്നിലിട്ട് ഇങ്ങനെ കളിയാക്കുമ്പോൾ, അയ്യോ അവരെന്തിനാ എന്നെ ഇങ്ങനെ പറയണേ, അത് മറ്റുള്ളവർ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ നടന്നൊരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, അവരെന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വെയിറ്റ് കുറച്ചേ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു ഇത്. ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടാവാമെന്ന് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം. അല്ലാതെ ഈ പറയുന്നവർ പറഞ്ഞോട്ടെ, അവർ ഇന്നല്ല നാളെ അല്ല അടുത്ത വർഷമല്ല അതിൻ്റെ അടുത്ത വർഷമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ വിട്ട് കളയുക. ഇങ്ങനെ വിചാരിച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, ഇല്ലേ അവരെന്നെ ഇങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിരുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ചു, എന്തിനാണ് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനോ അല്ലെ അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ അല്ല അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിനോ വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എൻ്റേതായ ലൈഫുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു, വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതിന്നേ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ ഞാൻ മനസ്സിനെ ഒന്ന് എന്താ പറയുക ശക്തിപ്പെടുത്തി. ദെൻ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. എനിക്ക് പേഴ്സണലി എനിക്ക് ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റേതായ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, എടുത്ത് പറയുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കാനും എൻ്റെ ഒരു ഹാബിറ്റ് അല്ല എനിക്കൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജിം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഞാൻ പയ്യെ ജിമ്മിൽ പോയി. ഈവൻ ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടും എനിക്ക് നെഗറ്റീവായിട്ടുള്ളവർ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തെന്നാ വണ്ണം വെച്ചല്ലോ, നീ ജിമ്മിൽ പോയിട്ട് നിനക്ക് ഒന്നും കാണാനില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പഴയ ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഭയങ്കര ഇതായാണ്. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരോടാണെങ്കിൽ ഇനി പറയാനുള്ളത്, ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ സന്തോഷമാണ്. എല്ലാ മനുഷ്യരും യുണീക്കാണ്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളിരിക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി മാറാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ അങ്ങനെ പറഞ്ഞല്ലോ അയ്യോ അങ്ങനെ വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കാനോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കാനോ നെഗറ്റീവ് അടിക്കാനോ നോക്കേണ്ട ആവശ്യമില്ല. പറയുന്നവരങ്ങ് പറയട്ടെന്നേ. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കപ്പം മൈൻഡ് വോയിസ് വരും. ഇങ്ങനെ എന്നിട്ട് ആ ഒരു രീതിയിൽ ഞാൻ മനസ്സിൽ എനിക്ക് പറയാവുന്നതൊക്കെ ഞാൻ പറയും മനസ്സിലിട്ടോ പോയിന്റ്. അതങ്ങനെ അങ്ങ് വിടും. അത് എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ ഇതിൽ തന്നെ മുതിർന്നവരുണ്ടാവുമല്ലോ ഇങ്ങനെ പറയുന്നവർ, അവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ബഹുമാനം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആ സമയത്ത് റീൽസ് ഇങ്ങനത്തെ എന്തെങ്കിലും അതായത് കൊള്ളിക്കുന്ന രീതിയിലുള്ള റീൽസ് ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് നേരിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ടും മനസ്സിലാക്കാത്ത ചില ആൾക്കാർ വീണ്ടും നമ്മളിങ്ങനെ ബോഡി ഷെയിം കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ പറയുക, ഞാൻ വിചാരിക്കും നമ്മളിപ്പോൾ വഴി കൂടെ പോകുമ്പോൾ ഒരുപാട് പട്ടികൾ കുരയ്ക്കും. എല്ലാ പട്ടിയുടെ നേരെ കല്ലെറിഞ്ഞിട്ട് നമുക്കതിനെ വായടപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം കുരയ്ക്കുന്നവരങ്ങ് കുരയ്ക്കട്ടോ, അവർക്കതാ സന്തോഷം കിട്ടുന്നെങ്കിൽ അവരതങ്ങ് ചെയ്യട്ടെ, നമ്മളിത് ബാധിക്കുന്നില്ല, അങ്ങനെ വിചാരിച്ചാൽ പോരെ. ഇനി ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ പറയുന്നത്, ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ ഒരു കുട്ടി ഒരു ബോഡിക്കോൺ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോഴേ ഉടനെ ആൾക്കാർ പറയാണ്, എന്ത് ഡ്രസ്സാണ് അവളിട്ടേക്കുന്നത്, ശരീരത്തെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഡ്രസ്സ്, ദേ അവിടെ നിൽക്കുന്നു, അവിടെ തള്ളി നിൽക്കുന്നു, ഇവിടെ തള്ളി നിൽക്കുന്നു, എന്താ ഇത് ഇങ്ങനെയാണോ വീട്ടിൽ നിന്ന് വളർത്തിയേക്കുന്നത്, ഇങ്ങനൊരു സംസാരം. ഇനി നേരെ മറിച്ചൊരു ഓവർ സൈസ് ടീഷർട്ടോ ഓവർ സൈസ് ഡ്രസ്സോ ഇട്ടാലോ, എന്ത് തടിച്ചു അവള്, പഴയ പോലെ ഒന്നും അല്ല, ചേരാത്ത ഉടുപ്പ് ഇട്ടാ പുറത്തിറങ്ങി നടക്കണേ. അതേപോലെ ഇതെന്തത് പള്ളിയിലച്ഛൻ്റെ ലോഹയോ, എന്ത് കോലം കെട്ടി നടക്കുന്നേ, ഇങ്ങനെയുള്ളത്. നമ്മളിനിയിപ്പോൾ പർദ്ദ ഇട്ടിറങ്ങിയാലും കുറ്റം പറയേണ്ടവർ കുറ്റം പറയുക തന്നെ ചെയ്യും. അത് എന്താ പറയുക, വിട്ട് കളയുക, മൈൻഡ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ളവരെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇത് കുറേയേറെ റിലേറ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അതിനെ വിഷമിച്ചിരിക്കാതെ, അല്ലെങ്കിൽ അതെൻ്റെ ഒരു നമ്മുടെ ഇൻസെക്യൂരിറ്റീനെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്നൊരു സ്റ്റേജാണ് ഈ പറഞ്ഞത്.
നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക. പറയുന്നവർ പറയട്ടെ എനിക്ക് വണ്ണമുണ്ടോ, ഓക്കെ എനിക്ക് വണ്ണമുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ മെലിഞ്ഞിട്ടാണോ, ആ അതെ ഞാൻ മെലിഞ്ഞിട്ടാണ്, എന്താണ് കുഴപ്പം, ഇങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള ശരിയാണ്, വിഷമം സംഭവിച്ചിട്ടുണ്ട്, വിഷമം വരും. ബാക്കിയുള്ളവരുടെ മുന്നിലിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കുമ്പം അയ്യോ എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ പോയിന്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത്രയോ ആളുകളുടെ ഇടയ്ക്ക് നിങ്ങളെ അഡ്മയർ ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അവർ നിങ്ങളെ പോയിന്റ് ചെയ്ത് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാൻ നമുക്കൊരു എന്താ പറയുക വിലയല്ലേ ഇത്. ഇത്രയോ ആളുകളുണ്ടെങ്കിൽ നമ്മളെ മാത്രം നോക്കണമെങ്കിൽ എന്തുകൊണ്ടാണ്, നമ്മൾ സ്പെഷ്യൽ ആയതുകൊണ്ടല്ലേ. അങ്ങനെ അങ്ങ് വിചാരിക്കുക. നമ്മളെങ്ങനെയാണെന്നുള്ളതിനെ അതേ രീതിയിൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ സ്നേഹിക്കുക. ജസ്റ്റ് ബി ലൈക്ക് യു. ഈ പറഞ്ഞ ബ്യൂട്ടി എന്നത് സൈസല്ല, ഷേപ്പല്ല, അതുപോലെ എന്താ ഈ പറഞ്ഞ ബാഹ്യ കാര്യങ്ങളൊന്നുമല്ല. അത് കോൺഫിഡൻസും സെൽഫ് ലവും ഒക്കെയാണ്. അതെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ റിയലൈസ് ചെയ്യുന്നു, അന്ന് നമ്മളുടെ ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അങ്ങ് പയ്യെ മാറിക്കിട്ടും. സോ ടു ഓൾ ദ ഷിറ്റി പീപ്പിൾ ഹു ആർ സ്റ്റിൽ ബോഡി ഷേമിങ്, ഫിക്സ് യുവർ മൈൻഡ് ബിഫോർ പോയിന്റിങ് ടു someone else body. It's showing your character. It's just showing and exposing your ugly face. പറയുന്നവർ പറയട്ടോ, പോകാൻ പറ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.